പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കുള്ള ഭാഗം ഇതാണ്: പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും, ഓൾഡ് മാൻ ആൻഡ് ന്യൂ മാൻ. പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ജഡം കൊണ്ട് മാത്രം ജീവിക്കുന്ന, ജഡാഭിലാഷകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പഴയ മനുഷ്യൻ. പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ സ്വീകരിച്ച സമയത്തിന് ശേഷം നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടുന്ന സമയത്ത് നമ്മൾ ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മാവാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ഇത് 2 കൊരിന്ത്യർ 4:16-17 വചനങ്ങളിലും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അവിടെ ഔട്ട്വേർഡ് മാൻ എന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റി തന്നെ എഫെസ്യൻ്റെ പുസ്തകത്തിൽ 4:22-24 വരെയും കൊളോസ്യൻ്റെ 3:9-10 വരെയും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൂടി കൺട്രോൾ ചെയ്യുന്ന മനുഷ്യനാണ് പഴയ മനുഷ്യൻ. പാവനിയന്ത്രണത്തിലുള്ള ഈ പഴയ മനുഷ്യന് എന്തൊക്കെ കാണുന്നത്, ഇവർ പറയാണ് ഈ പഴയ മനുഷ്യനെ നമ്മൾ ക്രൂശിക്കണം എന്നാണ് പറയുന്നത്. റോമാ ലേഖനത്തിൻ്റെ 6:6 നമ്മൾ ക്രൂശിക്കണം. അതേസമയം നമ്മൾ പഴയ സ്വഭാവങ്ങളൊക്കെ മാറ്റി ഒരു പുതിയ സ്വഭാവത്തിലേക്ക് വരണം. പഴയ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള സ്വഭാവം. നമ്മളൊക്കെ പാപത്തിൻ്റെ അടിമകളാണ് ആയിരുന്നു. സ്വാർത്ഥത, അഭിമാനം, ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് പഴയ മനുഷ്യനുണ്ടായത്. ലോകത്തിൻ്റെ അഭിലാഷങ്ങൾ കൂടിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അതായത് പ്രത്യേകിച്ചും കൺമോഹം, ജഡമോഹം, ജീവൻ്റെ പ്രതാപം. ആത്മീയ അന്ധതയിലാണ് നമ്മൾ ജീവിച്ചത്. അതായത് നമുക്കൊന്നും അറിയില്ല. ആത്മീയനെ പറ്റിയിട്ട് എന്താ ഉള്ളത്, അങ്ങനത്തെ ഒരു മനുഷ്യനുണ്ടെന്ന് തന്നെ അറിയില്ല. അത് സാധാരണ ഇന്ന് ജഡികത്തിൽ ജീവിക്കുന്ന ജാതികൾ എന്ന് പറയുന്ന വ്യക്തികൾ, ആ ജെൻറ്റൈൽസ് എന്ന് പറയുന്നതാണ് പഴയ മനുഷ്യൻ. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പായിട്ടുള്ള മനുഷ്യനാണ് പഴയ മനുഷ്യൻ. പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതുതായിട്ട് ജനിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളെ ആത്മാവിനോട് കൂടിച്ചേർന്നിട്ട് ഒരു പുതിയ സൃഷ്ടി നടക്കുകയാണ്. ഇത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സൃഷ്ടിയാണ് നടക്കുന്നത്. ഗലേഷ്യൻ്റെ 4:6 1 കൊരിന്ത്യൻ്റെ 6:17 പറയുന്നുണ്ട്. അത് നമ്മൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വന്നിട്ട് നമ്മുടെ ആത്മാവും ക്രിസ്തുവിൻ്റെ ആത്മാവും ഒന്നിച്ച് ചേർന്നിട്ട് ഒരു പുതിയ സൃഷ്ടി നടത്തപ്പെടുകയാണ്. അത് എഫെസ്യൻ്റെ 4:24 അത് പൂർണ്ണമായും ക്രിസ്തുവിൻ്റെ രൂപത്തിൽ തന്നെയാണ്. ക്രിസ്തുവിൻ്റെ രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശരീരത്തിൻ്റെ രൂപമല്ല പറയുന്നത്, ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ രൂപത്തിൽ തന്നെയാണ് നീതിയിലും വിശുദ്ധിയിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. അവനെ ധരിക്കാനാണ് എഫെസ്യൻ 4:24 പറയുന്നത്. അപ്പോൾ ഇത് മുഴുവൻ നടക്കുന്നത് നമ്മൾ ഉള്ളിലാണ് നടക്കുന്നത്, പുറത്തല്ല. പുറത്ത് നമുക്കൊരു രൂപാന്തരവും വന്നിട്ടില്ല. ആർക്കും അറിയില്ല നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ച വ്യക്തിയാണെന്ന്. പക്ഷേ അറിയും, അതിന് സമയമുണ്ട്. 2 കൊരിന്ത്യൻ്റെ 5:17 നോക്കുകയാണെങ്കിൽ അവിടെ പറയാണ്, ക്രിസ്തുവിൽ ഉള്ളവർ ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞു പോയി. ഇനി നമ്മളെ നയിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് നയിക്കുന്നതെന്ന് ഗലേഷ്യൻ്റെ 2:20 പറയുന്നുണ്ട് അപ്പോസ്തലൻ പൗലോസ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വന്ന ക്രിസ്തു ആയിരിക്കും നമ്മൾ നയിക്കുന്നത്, ആത്മാവായിരിക്കും നമ്മൾ. ക്രിസ്തു എന്ന ഈ ലോകത്തിൽ ഒരു മനുഷ്യരൂപത്തിലല്ല, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ രൂപത്തിലാണ് നമ്മൾ ഉള്ളിൽ വസിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ ഒരു രൂപാന്തരം, ഒരു പുതിയ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് പുതിയ സൃഷ്ടി നടന്നതാണ്. ആ സൃഷ്ടി വളരെ ജീസുവായിട്ട് സാമ്യമുള്ളതാണ്. ജസുവായിട്ട് യാതൊരു വ്യത്യാസമില്ല. 1 യോഹന്നാൻ്റെ 4:17 പറഞ്ഞ മാതിരി അതും ഞാനും ഒന്ന് തന്നെയാണ്. ആ ക്രിസ്തു ഏത് ലോകത്തിലായിരുന്നു, എങ്ങനെയായിരുന്നു ഈ ലോകത്തിൽ, അതേമാതിരി തന്നെ ഞാൻ നടക്കുകയാണ്.
ആ സമയത്ത് നമ്മളുടെ ഉള്ളിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ മുഴുവനുണ്ട്. ആ സമയത്ത് കാരണം നമ്മൾ ക്രിസ്തുവാണ്. അത് ഗലേഷ്യൻ്റെ 5:22-23 വചനങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ സകല ഫലങ്ങളും നമ്മളിലുണ്ട്. അതായത് നമുക്കറിയണത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ 9 ആത്മാവിൻ്റെ ഫലങ്ങളും നമ്മൾ ഉള്ളിലുണ്ടെന്ന്. പക്ഷെ ഒരുപക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവില്ല, പക്ഷെ ഉള്ളിലുണ്ട്. ഇത് വിശുദ്ധിയും സത്യവും നിറഞ്ഞൊരു ജീവിതമാണിത്. അത് നമ്മൾ സത്യത്തിൽ കൂടി മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സ് ദൈവത്തിൻ്റെ ചിന്തയുള്ള മനസ്സാണ്. ഫിലിപ്പിയൻ 2:5 1 കൊരിന്ത്യൻ്റെ 2:16 അവൻ്റെ മനസ്സാണ് നമ്മുടെ ഉള്ളിലുള്ളത്. കാരണം ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടെന്ന്. ഗലേഷ്യൻ്റെ 5:17 പറഞ്ഞ മാതിരി മാംസം ആത്മാവിനോട് വിരോധം പുലർത്തുന്നു. അതായത് മാംസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡ സ്വഭാവം ആത്മാവിനോട് വിരോധം പുലർത്തും. അതേമാതിരി തന്നെ നമ്മളുള്ളിലെ ആത്മാവ് മാംസത്തിനോടും വിരോധം പുലർത്തും. അതുകൊണ്ടാണ് പഴയ മനുഷ്യൻ നമുക്ക് ക്രൂശിക്കണം. ഗലേഷ്യൻ്റെ 2:20 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ മാതിരി, റോമാലേഖത്തിൻ്റെ 6:6 പറഞ്ഞ മാതിരി നമ്മൾ പഴയ മനുഷ്യനെ ക്രൂശിച്ചതായി കാണാം. ഒരു പഴയ മനുഷ്യൻ ക്രൂശിച്ച് പോയിട്ടുണ്ടെങ്കിൽ ക്രിസ്തു രണ്ടാമത് ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ മനുഷ്യനാവാണ് ചെയ്യുന്നത്. രൂപാന്തരപ്പെട്ടിട്ട് ഒരു പുതിയ ശരീരത്തോടു കൂടിയാണ് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടത്. അതേമാതിരി നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. മനസ്സിന് എന്നിട്ടും കംപ്ലീറ്റ് ആവുന്നില്ല. പക്ഷേ നമുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ മനസ്സിനെ പുതുക്കണം, പുതിയ മനസ്സാക്കി വെക്കണം. ഇപ്പോൾ പഴയ മനസ്സാണ് നമ്മളുള്ളത്, പുതിയ മനസ്സാക്കണം. അതാണ് റോമാലേഖത്തിൻ്റെ 12:1-2. അതായത് നമ്മൾ ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ട ആത്മാവ് മനുഷ്യനാണ് സ്വീകരിക്കുന്നത്. അതേമാതിരി തന്നെ നമ്മൾ ശരീരത്തെയും മാറ്റണം. അത് മനസ്സുകൊണ്ട് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അത് മനസ്സ് പുതുക്കിയിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കാണ് വേണ്ടത്. അത് ഇംഗ്ലീഷിൽ പറയുകയാണ് റിന്യൂ യുവർ മൈൻഡ് ആൻഡ് ലിവ് ഇൻ കൺഫർമിറ്റി വിത്ത് വേർഡ് ഓഫ് ഗോഡ്. അതായത് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നടക്കാൻ തുടങ്ങണം. ഇതൊരു പ്രോസസ്സാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്നില്ല. നമ്മൾ എന്ന് വരെ ജീവിക്കുന്നുണ്ടോ അന്ന് വരെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. മനസ്സ് പുതുക്കുക, രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതായത് ദൈവത്തിൻ്റെ വചനപ്രകാരം നടക്കുക, വചനപ്രകാരം സംസാരിക്കുക, വചനപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ക്വാളിറ്റീസും ഒരു ദൈവവചനത്തിൽ കാണണം. അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അല്ലാതെ നമ്മുടെ ഉള്ളിലൊരു ക്രിസ്തു വന്നിട്ടുണ്ടെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. നമുക്ക് പോലും അറിയില്ല അങ്ങനെ ഒരു പുതിയ സൃഷ്ടി നമ്മൾ നടന്നത്. പക്ഷേ നമ്മൾ സൃഷ്ടി നടന്നത് ഒന്നും കൂടി പറയാണ്, സൃഷ്ടി നടന്നത് ആത്മാവിലാണ്. സൃഷ്ടി നടന്നത് ശരീരത്തിനോ മനസ്സിനോ ദേഹത്തിനോ യാതൊരു വ്യത്യാസം വന്നില്ല. അതായത് ദേഹിക്കോ ബോഡിക്കോ യാതൊരു വ്യത്യാസം വന്നില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ കൂടി മനസ്സ് രൂപാന്തരപ്പെടുത്തി നടക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിൻ്റെ ആത്മാവിൽ നമ്മൾ പുതുക്കപ്പെടും. അങ്ങനെ നമ്മളൊരു പുതിയ സൃഷ്ടിയായിട്ട് ജീവിക്കുകയാണ് വേണ്ടത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും മനസ്സിലാക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്.